ഹലോ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഇത് പാർട്ട് 2 ആണ്. കണ്ണൂർ മുത്തപ്പനെ കാണാൻ പോയിട്ടുള്ള വ്ലോഗാണ്. അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ അങ്ങനെ എപ്പോഴും ഒക്കേഷനിലൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ ചില സമയത്ത് എനിക്ക് അമ്പലത്തിൽ പോകുമ്പം എനിക്ക് മുല്ലപ്പൂ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുല്ലപ്പൂ വെച്ചിട്ടായിരുന്നു അന്നത്തെ തുടക്കം. മുല്ലപ്പൂവിന് ഭയങ്കര വിലയാട്ടോ ഇപ്പം. ഒരു മുഴത്തിന് 70 60 ഉണ്ടായിരുന്നു, അതൊരു കുഞ്ഞ് പീസിന്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ മുത്തപ്പനെ കണ്ടു. 2 വേഷങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രസാദത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവാം, അറിയാത്തവർക്കായിട്ട് ഇവിടുത്തെ പ്രസാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയും അതുപോലെ പയറും തേങ്ങ കൊത്തിട്ടിട്ടുണ്ടാവും ആ പയറിൻ്റെ കൂടെ. അപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു, അതുകൊണ്ട് ഇത്തവണ പ്രസാദം കഴിച്ചില്ല. പിന്നെ ദൂരെയുള്ള അമ്പലങ്ങളിൽ പോകാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കടകൾ കാണും. ഈ കടകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാതെ വരിക എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്തൊരു കാര്യമല്ലേ. കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ ഞാൻ തലേ ദിവസം കുപ്പിവള നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ കുപ്പിവള വാങ്ങിക്കാനായിട്ട് പോയി. ഞാൻ അങ്ങനെ ഇപ്പം ഇവിടെ ആയതുകൊണ്ട് ഒരുപാട് കളേഴ്സൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടും, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ബ്ലാക്കിനോടല്ലേ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവുക. അങ്ങനെ അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറുള്ള കുപ്പിവള എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എനിക്കിപ്പോൾ കൊള്ളുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു, 1 ഡസൻ. അത് കഴിഞ്ഞതും ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തി. പിന്നെ പാക്കൊക്കെ ചെയ്ത് ഡ്രസ്സെല്ലാം മാറ്റി വീണ്ടും യാത്ര തിരിച്ച് പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം സമയം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് പാട്ട് ട്രൈ ചെയ്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് വരണേ. ഒരു കാലം തിരികെ വരും, ചെറുതൂവൽ ചിരി പകരും, തലോടും താനീ കഥ തുടരും, മിഴിയൂരം നനയുകയോ മനമിങ്ങോ ഒഴുകുകയോ, കരകം പോൽ കൺമണികൾ നാം നടന്ന കാലം, അതിശയജാലം പല വഴിയേറുകയേ, കരൾ തൂവും നീനൽ മധുരമാകും നീ, ദൂരം തേടിടും നീയോരം നനയുകയോ, വാനവില്ല നീ മനമുകിൽ നീലി, താരകം പോൽ കൺമണികൾ നാം നടന്ന കാലം, അതിശയജാലം പല വഴിയേറുകയേ, കരൾ തൂവും വീണൽ മധുരമാകും നീ, ദൂരം തേടിടും നീ, മിഴിയോരം നനയുകയോ മനമിങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം. അപ്പോൾ പാട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല പാടിയത്, കാരണം ഞാൻ ജസ്റ്റ് അപ്പോൾ കരോക്കെ ഇട്ടിട്ട് അമ്മയും അച്ഛനും ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച് പാടണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. എപ്പോഴും ഞാൻ മിക്കവാറും പാട്ട് ആരെങ്കിലും വെക്കുവാണെങ്കിൽ ഈ പാട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പം ഇനി കുറച്ചും കൂടെ നന്നായി പഠിച്ചിട്ട് പാടണം എന്നുണ്ട് എനിക്ക്. പക്ഷെ പാടാൻ ഇപ്പം എനിക്ക് ഭയങ്കര സമയം കുറവാണ്. എനിക്ക് അറിയില്ല എന്താ, എപ്പോഴും ഇവിടെ തണുപ്പായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ മിക്കവാറും ഒന്ന് പാട്ട് പഠിച്ച് വരുമ്പോഴേക്കും ജലദോഷം വരും. അപ്പോൾ അതങ്ങനെ അവിടെ നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. അപ്പോൾ എന്താ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ടിടും. നല്ല മഴയായിരുന്നു തിരിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് കോഴിക്കോട് എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ കുറച്ച് സൈറ്റ് സീൻസും, കാരണം തിരിച്ചു വരുമ്പോൾ നമ്മൾ സാധാ ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ കുറച്ചും കൂടെ മഴ എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും അത് ഭയങ്കരമായിട്ട് വെള്ളം തെറിക്കുന്നത് കൊണ്ട് കുറേ തവണ അടച്ചിടേണ്ടി വന്നു. അതുകൊണ്ട് കിട്ടിയ വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കോഴിക്കോട് എത്തി. നമുക്ക് തിരക്ക് കാണാം. മിക്ക ആൾക്കാരും പറയും ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് ഈ കാപ്പിയോ അല്ലെങ്കിൽ ചായയും വടയും അതെൻ്റെ ഫേവറേറ്റാണ്. എവിടേക്ക് ഞാൻ ട്രെയിനിൽ പോവുകയാണെങ്കിൽ അതെനിക്ക് മസ്റ്റുമാണ്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കണ്ണൂർ വ്ളോഗ്. ഈ വ്ളോഗോടെ കണ്ണൂർ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും മുത്തപ്പനെയൊക്കെ അറിയാത്തവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പം എന്താ പറയുക, എനിക്ക് സന്തോഷവും സമാധാനവും തരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ പോവാത്തവർ പോവുക. അപ്പോൾ see you on the next video. Thank you for watching.